ഈ ലോകം കൂടുതൽ സുന്ദരമാക്കിയതിൽ ഇവിടുത്തെ ബിൽഡിങ്ങുകളും പാലങ്ങളും റോഡുകളും അമ്യൂസ്മെൻറ്റ് പാർക്കുകളൊക്കെ നിർമ്മിച്ചതിൽ മനുഷ്യന് വലിയ പങ്കുണ്ടെന്നുള്ളതാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാന ആളുകളാണ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ആർക്കിടെക്ചർ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഫൈനൽ ആപ്ലിക്കേഷൻസ് വിളിച്ചിരിക്കുകയാണ്. ഈ ഓഗസ്റ്റ് 10-നും ഓഗസ്റ്റ് 24-നുമാണ് ഇനി നടക്കാൻ പോകുന്ന ഫൈനൽ എക്സാമിനേഷൻസ്. ഇതിന് ശേഷം ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ ഒരു പഠന മേഖല ആഗ്രഹിക്കുന്നവരും ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാത്ത ആളുകൾക്കുള്ള അവസാന അവസരമാണ്. നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ ആർക്കിടെക്ചർ കോഴ്സിന് ജോയിൻ ചെയ്യണമെങ്കിലും ഈ ഒരു എക്സാമിനേഷൻസ് ക്വാളിഫൈ ആയിരിക്കണം എന്നതാണ്. ഇതിന് ക്വാളിഫൈ ആവാനുള്ള മാർക്ക് കാര്യങ്ങൾക്ക് ഓരോ വർഷവും ഡിഫറൻ്റ് ആയിരിക്കും. അത് ഫൈനലി അവർ പറയും എത്രയാണോ 50% വരുന്നത് അതിനനുസരിച്ചുള്ള മാർക്കായിരിക്കും വരിക. അപ്പോൾ അത് ക്വാളിഫൈ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള അവസാനത്തെ അവസരമാണ് 5 വർഷം ദൈർഘ്യമുള്ള BR കോഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി പഠിച്ചിട്ടുള്ള ഏതൊരാൾക്കും ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം. ആകെ 200 മാർക്കിനാണ് ടെസ്റ്റ് ഉണ്ടാവുക. ടെസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ആദ്യം ഡ്രോയിങ് ആൻഡ് കോമ്പോസിഷൻ ടെസ്റ്റാണ് ഉണ്ടാവുക. അവിടെ കോമ്പോസിഷൻ ആൻഡ് കളറിങ്ങിന് 25 മാർക്കും, അതേപോലെ തന്നെ സ്കെച്ചിങ് ആൻഡ് കോമ്പോസിഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിന് 25 മാർക്കും, അതേപോലെ 3D കോമ്പോസിഷന് 30 മാർക്സും, ഇങ്ങനെയാണ് ആ 90 മാർക്ക് വരുന്നത്. പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ വേറെ 90 മിനിറ്റ് എക്സാമിനേഷൻസ് ഉണ്ടാവും. അവിടെ 120 മാർക്കാണ് ഉണ്ടാവുക. ആ 120 മാർക്ക് വിഷ്വൽ റീസണിങ്, ലോജിക് റീസണിങ്, GK, ആർക്കിടെക്ചർ ഡിസൈനിങ്, ലാംഗ്വേജ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻസ്, ഡിസൈൻ ആൻഡ് സെൻസിറ്റിവിറ്റി, ഡിസൈൻ തിങ്കിങ്, ന്യൂമറിക്കൽ എബിലിറ്റി, ഇത്രയും കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ 120 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്ലിക്കേഷൻ ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങളുടെ ഇമേജും സിഗ്നേച്ചറും വേണം. പിന്നീട് നിങ്ങൾക്ക് വേണ്ട SSLC അല്ലെങ്കിൽ +2 ഒക്കെ പോലുള്ള സർട്ടിഫിക്കറ്റുകൾ, വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള റിസർവേഷനൊക്കെ അത്തരം സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാക്കുന്നത്. അത്തരം സർട്ടിഫിക്കറ്റുകളൊക്കെയാണ് അപ്ലൈ ചെയ്യാനും വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ കീമിന് കൂടെ അപേക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവർക്ക് കേരളത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിക്കാൻ സാധിക്കില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കേരളത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഓൾറെഡി അവർ കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും. അത്തരക്കാർക്കാണ് കേരളത്തിൽ പഠിക്കാൻ സാധിക്കുക. എന്നാൽ ഇന്ത്യയിൽ എവിടെയെങ്കിലുമൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പ്രൈവറ്റായിട്ടോ ഗവൺമെൻറ്റിലൊക്കെ പഠിക്കണമെങ്കിലും നാറ്റ ക്വാളിഫൈ ചെയ്തിരിക്കണം. ഇതൊരു ഫൈനൽ കോളാണ്. അപ്പം 24-നും 10-നും നടക്കുന്ന എക്സാമിനേഷൻസിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന അവസരമാണ്. മാക്സിമം ഉപയോഗപ്പെടുത്തുകയും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ചാനൽ ഫസ്റ്റ് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.